പിച്ചുകൾ, അതായത് തുടക്കത്തിൽ നമ്മൾ ടാക്ടിക്സിലൊക്കെ സംസാരിച്ചിരുന്നു ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകൾ ഒരുക്കുന്നു എന്നുള്ളത്. പിന്നീട് അതിലൊരു മാറ്റം വന്നു. ഫസ്റ്റത്തെ ഒരു 2 റൗണ്ട് മത്സരത്തിന് ശേഷം പിന്നീട് കംപ്ലീറ്റ്ലി ബൗളർമാരുടെ ഒരു ഡോമിനൻസ് ഉണ്ടാകുന്ന മത്സരങ്ങളാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ബാറ്റിങ്ങിന് അനുകൂലമായ രീതിയിലാണ് കംപ്ലീറ്റ് ഏറെക്കുറെ ഒരു റോഡ് പിച്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 7 IPL മത്സരത്തിൽ 6ലും സെഞ്ചുറി പിറന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും കൗതുകകരമായ കാര്യം. എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസൺ അതിന് തുടക്കമിട്ടത്. പിന്നീട് തുടർച്ചയായിട്ട് എല്ലാ താരങ്ങളും, ഇപ്പോൾ തിലക് വർമ്മയാണ് തുടക്കമിട്ടത്. തിലക് വർമ്മ, അഭിഷേക്, രണ്ടാമത് വീണ്ടും സഞ്ജു സാംസണ്, സായ് സുദർശന്, KL രാഹുൽ, വൈഭവ് സൂര്യവംശി. അതിൽ തന്നെ ഇപ്പോൾ വൈഭവിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ പ്രഫുൽ ഹിംഗെ ആദ്യത്തെ മത്സരത്തിന് ശേഷം വൈഭവിനെ ഡക്കാക്കിയിരുന്നു. അതിനുശേഷം പുള്ളി വെളിപ്പെടുത്തിയിരുന്നു. ആ മത്സരത്തിന് ശേഷം നടന്നൊരു SRSൻ്റെ തന്നെ ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിരുന്നു, പുള്ളി തൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു ഞാൻ വൈഭവിൻ്റെ വിക്കറ്റ് എനിക്ക് കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്ന് പുള്ളി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ പ്രഫുൽ ഹിംഗെ തെരഞ്ഞു പിടിച്ചടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വൈഭവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ബാറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ ഓവറിൽ തന്നെ തുടർച്ചയായിട്ട് 4 സിക്സറാണ് ഹിംഗയ്ക്കെതിരെ നേടുന്നത്. IPLൻ്റെ 19 വർഷത്തെ ചരിത്രത്തിൽ, അതായത് IPL തുടങ്ങുന്ന സമയത്ത് വൈഭവ് ജനിച്ചിട്ടില്ല. 5ാമത്തെ എഡിഷനിലാണ് വൈഭവ് ജനിക്കുന്നത് പോലും. IPLൻ്റെ 19 വർഷത്തെ എഡിഷനിലിടയിൽ ഒരു താരം പോലും ആദ്യത്തെ ഓവറിൽ 3ൽ കൂടുതൽ സിക്സ് നേടിയിട്ടില്ല. അത് തിരുത്താൻ പോലും 15-കാരനായ വൈഭവ് വരേണ്ടി വന്നുള്ളൂ. അതുപോലെ സാക്കിബ് ഹുസൈൻ നമുക്കറിയാം, നമ്മളെല്ലാം ചർച്ചകളിലുണ്ടായിരുന്നു. ബോളിൻ്റെ വേരിയേഷൻ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള താരമാണ് അദ്ദേഹം. ഇതുവരെ ഒരു സിക്സർ വഴങ്ങിയിട്ടില്ല IPLൽ. 78 പന്തുകൾക്ക് ശേഷം ഇതാദ്യമായിട്ട് അദ്ദേഹം ഒരു സിക്സർ വഴങ്ങി. അതടിക്കുന്നതും വൈഭവ് തന്നെയാണ്. വൈഭവ് ഒരു ഘട്ടത്തിൽ പോലും വൈഭവ് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ആദ്യത്തെ 15 ബോളിലാണ് അദ്ദേഹം 50 അടിക്കുന്നു. 36 ബോളായപ്പോഴേക്ക് അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ ജയ്പൂരിൽ തന്നെ അദ്ദേഹം സെഞ്ചുറി അടിച്ചത്. അത് 35 പന്തിലായിരുന്നു, ഇത് 36 പന്തിലായി. തുടർച്ച 2 സെഞ്ചുറി, IPL 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ അൺക്യാപ്ഡ് പ്ലെയർ എന്നുള്ളൊരു വലിയ റെക്കോർഡ് കൂടി വൈഭവ് നേടിയെടുക്കുകയാണ്. പക്ഷേ വൈഭവിൻ്റെ ആ നേട്ടത്തിനും റെക്കോർഡിനൊന്നും അതെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു SRS നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ തന്നെ ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞെങ്കിലും അഭിഷേകും ഇഷാൻ കിഷനും ചേർന്നുള്ളൊരു അതിഗംഭീരമായ കൂട്ടുകെട്ട്, ഒപ്പം തന്നെ അവസാന നിമിഷങ്ങളിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ക്യാമിയോ ഒക്കെ കൂടി വന്നതോടുകൂടി SRS 1.5 ഓവർ ബാക്കി നിർത്തി ആ വലിയ വിജയലക്ഷ്യം മറികടക്കുകയാണ്. അതായത് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടാർഗറ്റ് ചേസ് ചെയ്തത് ഇന്നലെയായിരുന്നു. IPLലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സക്സസ്ഫുൾ ചേസിങ് കൂടിയാണ് ഇത്. അപ്പോൾ 2 റെക്കോർഡുകൾ ഒറ്റ ദിവസം പിറന്നൊരു സൂപ്പർ സാറ്റർഡേ കൂടിയായിരുന്നു ഇന്നലെ എന്നുള്ളതും കൂടി ആണ്.